ഹലോ ഗൈസ്, നമ്മൾ തഞ്ചാവൂർ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത്. നമ്മൾ എങ്ങനെ പോയി, എപ്പോൾ പോയി, എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 2 വണ്ടിയാണ് നമ്മൾ പോയത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 370 കിലോമീറ്ററാണ് തഞ്ചാവൂർക്കുള്ളത്. ഞങ്ങൾ രാത്രി ഏകദേശം 10 മണിയോട് തഞ്ചാവൂരെത്തി. ടൗണിൽ തന്നെ റൂം എടുത്ത് കിടന്നുറങ്ങി. അവിടെ ഇഷ്ടം പോലെ റൂംസ് അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടും. സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു അടിപൊളി ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തിലേക്ക് കടന്നു. അമ്പലത്തിന് മൊത്തം 3 കവാടങ്ങളാണ് ഉള്ളത്. 1 ചെറുതും 2 വലുതും. ഇതിൽ 2ാമത്തെയും 3ാമത്തെയും കവാടത്തിലാണ് നിറയെ കൊത്തുപണികൾ കാണാൻ സാധിക്കുക. അത് നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ കവാടം കടന്നു കഴിഞ്ഞാൽ അവിടെ ചെരുപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനൊരു ചെറിയ പൈസയും അവർ ഈടാക്കുന്നുണ്ട്. കാരണം അമ്പലത്തിലേക്ക് ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കാൻ പാടില്ല. മാത്രമല്ല 3ാമത്തെ കവാടത്തിൽ സെക്യൂരിറ്റി ചെക്കിങ്ങും ഉണ്ട്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അമ്പലം സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കും. കയറി ചെന്ന് ആദ്യം കാണുന്നത് ഒരു വലിയ നന്ദിയുടെ രൂപമാണ്. അതിനോട് അഭിമുഖമായിട്ടാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത്. നിങ്ങളീ കാണുന്നതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ടെമ്പിൾ. ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിനു മുന്നേ ഈ അമ്പലം പണിതത് രാജരാജ ചോഴൻ 1ാമൻ്റെ കാലത്താണ്. മാത്രമല്ല ഈ അമ്പലത്തിന് ഏകദേശം 1000 വർഷം പഴക്കമുണ്ട്. ഇനി നമുക്ക് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയിലേക്ക് കടക്കാം. ഈ അമ്പലം നിഴൽ നിലത്തിടാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ നിർമ്മാണ സമയത്ത് ഒരു തുണ്ട് സിമൻറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത. തമിഴ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ അമ്പലം. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നല്ല വിശാലമായ അടിപൊളി ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. മുൻപിലുള്ള വലിയ നന്ദിയുടെ പ്രതിമ മറ്റൊരു ആകർഷണമാണ്. കൂടാതെ ശിവലിംഗം എല്ലാം അടിപൊളിയാണ്. ഈ അമ്പലം മൊത്തം ചുവർ ചിത്രങ്ങളും ശില്പങ്ങളാലും നിറഞ്ഞതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അമ്പലത്തിൻ്റെ മുകളിലിരിക്കുന്ന 80 ടൺ ഭാരമുള്ള താഴികുടം. ഇത് ഒരൊറ്റ ഗ്രാനൈറ്റ് കല്ലിൽ തീർത്തതാണ്. ഇതെങ്ങനെ അന്നത്തെ കാലത്ത് ഇതിൻ്റെ മുകളിൽ കയറ്റി എന്നൊരു പിടിയില്ല. പിന്നെ അത് കൂടാണ്ട് 81 ഭരതനാട്യ നൃത്തഭാവങ്ങൾ കൊത്തിവെച്ച ചുവരുകൾ അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ വിശേഷങ്ങൾ. ഇതൊരു സംഭവം തന്നെ കേട്ടോ, നേരിട്ട് തന്നെ കാണും. അമ്പലത്തിലെ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പോയത് തഞ്ചാവൂർ പാലസിലേക്കാണ്. അവിടെ നമുക്ക് കാണാനുള്ളത് 1 ലൈബ്രറി, 1 ആർട്ട് ഗാലറി, പിന്നെ പാലസും. ഇവിടേക്കുള്ള എൻട്രി ഫീ 50 രൂപയാണ് ഒരാൾക്ക്. ആദ്യം കയറി ചെന്നാൽ കാണുന്നത് ലൈബ്രറിയാണ്. അതിനുള്ളിൽ തന്നെയാണ് കുറച്ച് ആൻറ്റിക് വസ്തുക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. അടുത്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ആർട്ട് ഗാലറിയാണ് കാണാൻ പോയത്. ഇത് പാലസിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബെൽ ടവറും സ്ഥിതി ചെയ്യുന്നത്. പാലസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ആകാശത്ത് പട്ടം വരച്ച പോലെ പാലസ് കാണാം. ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വശങ്ങളിലായിട്ട് കല്ലിൽ തീർത്ത ശില്പങ്ങൾ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ നല്ല പെർഫെക്ഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കോമ്പൗണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ രാജാ സർഫോജി ഹാൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് വിലപിടിപ്പുള്ള പഞ്ചലോക വിഗ്രഹങ്ങളും വെണ്ണക്കല്ലിൽ തീർത്ത ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമയും ഉള്ളത്. അതിന് മുകളിലായിട്ട് ഒരുപാട് കൊത്തുപണികളും ഉണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്തെ റൂമിലായിട്ട് നടരാജ വിഗ്രഹങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും പഞ്ചലോഹം തന്നെ കേട്ടോ. തൊട്ടടുത്ത റൂമിലായിട്ട് രാജരാജ ചോഴന്റെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഒരു അടിപൊളി മിനിയേച്ചർ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ പാലസിന്റെ മുകളിലുള്ള ഒരു പടുകൂട്ടൻ തിമിംഗലത്തിന്റെ അസ്ഥിയാണ് കണ്ടത്. അതവർ അടിപൊളിയായിട്ട് സ്റ്റാൻഡിൽ ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് പാലസിന്റെ ഒരു സൂപ്പർ സൈഡ് വ്യൂ കൂടെ കാണാം. ഇതുകൂടാതെ ഇവിടെ കുറെ ആന്റിക് വസ്തുക്കളും ഇവിടെ റൂമുകളിലുണ്ട്. അതും നമുക്ക് നടന്ന് കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ തഞ്ചാവൂർ പാലസിലെ വിശേഷങ്ങൾ. പാലസിന് ശേഷം നമ്മൾ പോയത് രാജാലി ബേർഡ്സ് പാർക്കിലേക്കാണ്. ഇത് നിൽക്കുന്നത് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളാണ് ഇവിടുത്തെ പക്ഷിമൃഗാദികൾക്ക് ഫീഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് ഒട്ടകപക്ഷികളാണ്. അവയ്ക്കാണ് നമ്മൾ ആദ്യം ഫീഡ് ചെയ്തത്. പിന്നീട് ഉള്ളിലേക്ക് ചെന്നാൽ അവിടെ ലവ് ബേർഡ്സും ആഫ്രിക്കൻ ലവ് ബേർഡ്സും ഒക്കെ നിറഞ്ഞ ഒരു വലിയ നെറ്റോടുള്ള കൂടാറുണ്ട്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് കയ്യിൽ തീറ്റ തരും. ആ തീറ്റയും കൊണ്ട് നമ്മൾ ഈ കൂടിൻ്റെ സെൻറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ലവ് ബേർഡ്സ് മൊത്തം വന്ന് നമ്മളെ പൊതിയും.
അത് നമ്മുടെ കൈ കൊത്തി തുറന്ന് തീറ്റെടുക്കും. ഇത് അടിപൊളി കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടം പോലെ എടുക്കാം. അവിടെ നിന്ന് പുറത്താ കിടന്നാൽ നമുക്ക് വാർത്തകളെയും പേർഷ്യൻ കാറ്റ്സിനെയും ഒക്കെ കാണട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്തത് താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ തത്തകളാൽ നിറഞ്ഞ ഒരു നെറ്റ് കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അവിടെ 2 തരം തത്തകളാണുള്ളത്. ഒന്ന് സൺകൊണൂരും മറ്റേത് മക്കാവും. ഇവയ്ക്കുള്ള ഫീഡും നമുക്ക് അവിടുത്തെ സ്റ്റാഫ് തരും. ഇവയുടെ കൂട്ടിലേക്കും നമ്മൾ തീറ്റയായിട്ട് കടന്നു കഴിഞ്ഞാൽ ഈ തത്തകൾ മൊത്തം നമ്മളെ ഒന്ന് പൊതിയും. എന്നിട്ട് കൈ കൊത്തി തുറന്ന് തീറ്റ എടുക്കും. പക്ഷെ ഒരു വ്യത്യാസം, ലവ് ബേർഡ്സിന്റെ കൊത്ത് പോലെയല്ല തത്തയുടെ കൊത്ത്. നല്ല അടിപൊളിയായിട്ട് കൊത്തും. അതുകൊണ്ട് നമുക്ക് തീറ്റയുള്ള കൈ തുറന്ന് പിടിക്കുക രക്ഷയുള്ളൂ. അതിനുശേഷം നമ്മൾ ഫീഡ് ചെയ്തത് മുയലിനും ഗിനിപ്പന്നിക്കാണ്. നമ്മൾ മുയലിന് കാബേജും ഗിനിപ്പന്നിക്ക് ക്യാരറ്റാണ് ഫീഡ് ചെയ്തത്. പക്ഷെ ഒരു വ്യത്യാസം, പക്ഷികൾ നമ്മുടെ മേത്തേക്ക് വന്ന് നമ്മുടെ അടുത്ത് ഫുഡ് എടുക്കും. പക്ഷെ ഗിനിപ്പന്നി മുയലും അങ്ങനെ വരില്ല. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഫീഡ് കൊടുക്കാൻ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ രാജാലി ബേർഡ്സ് പാർക്കിലെ കാഴ്ചകൾ. അപ്പം ഇത് 150 രൂപയ്ക്ക് നല്ല വെറുത്ത് പ്ലേസ് തന്നെ കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് കുംഭകോണം സ്ഥിതി ചെയ്യുന്ന ഐരാവതേശ്വര ടെമ്പിളിലേക്കാണ്. തഞ്ചാവൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. രാജരാജ ചോഴൻ 2ാമൻ്റെ കാലത്താണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ഒരൊറ്റ ചുറ്റുമതിലിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുന്നിലായിട്ട് വലിയൊരു കവാടമുണ്ട്. ഈ കവാടത്തിൻ്റെ മുന്നിലായിട്ട് ഒരു നന്ദിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കവാടത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ആദ്യം കാണുന്നത് തൂണുകളാൽ നിറഞ്ഞ ഒരു അടിപൊളി നടപ്പരയാണ്. ഈ നടപ്പരയുടെ ഉള്ളിലൂടെയാണ് ശ്രീകോവിലേക്കുള്ള പ്രവേശനം. അവിടെ നിറയെ തൂണുകളുള്ളതിനാൽ അവിടെ ഒരു പ്രത്യേക ഫീൽ കിട്ടും. ഈ നടപ്പരയുടെ പുറകിലായിട്ടാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിപ്പത്തിൽ ബൃഹദേശ്വര ടെമ്പിളിനേക്കാൾ ചെറുതാണ്. എങ്കിലും കൊത്തുപണികളൊക്കെ ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കും. ഇതൊരു പ്രത്യേക ആൻറ്റിക് കളറാണ് ഈ അമ്പലത്തിനുള്ളത്. ഇതിന് ചുറ്റുമായി ഒരുപാട് തൂണുകളാൽ നിറഞ്ഞ നടവഴികളുണ്ട്. അവിടെ എല്ലാം വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്താൽ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഈ അമ്പലത്തിൻ്റെ 3 വശങ്ങളും ഏകദേശം നമുക്ക് ഒരുപോലെയാണ് കാഴ്ചയിൽ നമുക്ക് തോന്നുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തഞ്ചാവൂർ വിശേഷങ്ങൾ. എല്ലാവരും ഒരു 2 ദിവസം മാറ്റി വെച്ച് നേരെ വിട്ടോ തഞ്ചാവൂർക്ക്.